നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. ഈ 28ാമത്തേതായ ചതുർയുഗത്തിലെ അവസാനത്തേതായിട്ടുള്ള കലി യുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,528ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിദിനം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 28-ാം തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 23-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 14-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് ദശമി തിഥിയാണ്. കൃഷ്ണപക്ഷത്തിലെ ദശമിയാണ്. രാത്രി 12:50 വരെയുള്ള സമയത്ത് ദശമി തിഥിയുണ്ട്. അതിനുശേഷം ഏകാദശി തിഥിയാണ്. നക്ഷത്രം വരുന്നത് പൂരം നക്ഷത്രമാണ്. രാത്രിയിൽ 9:20 വരെയുള്ള സമയത്താണ് പൂരം നക്ഷത്രം. തുടർന്ന് ഉത്തരം നക്ഷത്രമാണ്. കരണം പശുകരണമാണ്. 12:07 വരെയുള്ള സമയത്താണ് പശുകരണം വരുന്നത്. നിത്യയോഗം വരുന്നത് വൈധൃതി നാമ നിത്യയോഗമാണ്. രാവിലെ 6:25 വരെ മാത്രമാണ് ഈ വൈധൃതി നാമ നിത്യയോഗമുള്ളത്. ഞാറ്റുവേല വിശാഖം ഞാറ്റുവേല തന്നെയാണ്. ശരത് കാലമാണ്. ശരത്ത് ഋതുവാണ്. അയനം ദക്ഷിണായന കാലമാണ്. ദിവസം വെള്ളി ശുക്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:21 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 5:55 31 അസ്തമയം സംഭവിക്കുന്നു. മധ്യകേരളത്തിലാണ് ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 34 27 സെക്കൻഡാണ്. പകലും ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. രാഹുകാലം വരുന്നത് 10:41 തുടങ്ങി ഉച്ചയ്ക്ക് 12:08 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് രാവിലെ 7:47 തുടങ്ങി 9:14 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം ഉച്ച കഴിഞ്ഞ് 3:01 തുടങ്ങി 4:28 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും വർജ്യകാലങ്ങളാണ്. ദോഷകാലങ്ങളാകിയാൽ ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 11:44 തുടങ്ങി 12:06 വരെയുള്ള സമയത്താണ്. അതിനുശേഷം മധ്യത്തിലെ 4 മിനിറ്റ് വർജിച്ചിട്ട് 12:10 മുതൽക്ക് 12:32 വരെയാണ്. 11:44 മുതൽക്ക് 12:32 വരെയുള്ള സമയത്താണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത്. മധ്യത്തിൽ സന്ധ്യയാകയാൽ 4 മിനിറ്റ് വർജിച്ചിരിക്കുന്നു. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മകരക്കൂറുകാർക്കാണ്. ഉത്രാടത്തിൻ്റെ മുക്കാൽ, അതായത് അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദം. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം അവർക്ക് ശുഭകർമ്മങ്ങൾക്ക് തുടക്കമിടുക, അതുപോലെ പ്രധാനപ്പെട്ട യാത്രകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വർജിക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് പൂരം നക്ഷത്രമാണ്. ഒരു ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ലാത്ത യാത്ര മുതലായിട്ടുള്ളതൊക്കെ വർജിച്ചിട്ടുള്ള ദിവസമാണ്. ബന്ധനകൃത്യങ്ങൾ, അതുപോലെ ദാരുണ കാര്യങ്ങൾ, ശില്പവേല, അതുപോലെ യുദ്ധം, അതുപോലെ കപട തന്ത്രങ്ങൾ അഥവാ കപട തൊഴിലുകൾ, ഇതിനൊക്കെയാണ് പൂരം നക്ഷത്രം വിധിച്ചിട്ടുള്ളത്. തിഥി വരുന്നത് ദശമി തിഥിയാണ്. കൃഷ്ണപക്ഷത്തിലെ ദശമിയാണ്. വിവാഹാദി എല്ലാ കാര്യങ്ങൾക്കും ഭൂഷണധാരണം, അതുപോലെ യാത്ര, ഗൃഹപ്രവേശം, ഗജകാര്യം, അശ്വകാര്യം, നൃപകാര്യം, രാജകാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും ഈ ദശമി തിഥി അനുകൂലമാണ്. എന്നാൽ നക്ഷത്രം അനുകൂലമല്ലാത്തതിനാൽ ഇന്നത്തെ ദിവസം ഒരു ശുഭ ദിവസമല്ല. നമസ്കാരം.